ലോകത്തിലെ ഏറ്റവും ശക്തരായ രാജ്യമാണ് അമേരിക്ക. എന്നാൽ ഇപ്പോൾ അവിടെ എന്തെല്ലാമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സംവിധാനങ്ങളാണ് അമേരിക്ക ആ രാജ്യത്തെ സംരക്ഷിക്കാനായി ഒരുക്കിവച്ചിരിക്കുന്നത്. ലോകത്തിലെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച നാവിക സംവിധാനങ്ങൾ തുടങ്ങിയ എല്ലാം ഈ രാജ്യത്തിൻ്റെ സംരക്ഷണത്തിനായി അമേരിക്ക ഒരുക്കിവച്ചു. ലോകത്തിലെ തന്നെ ഏറ്റവും ശക്തർ ഞങ്ങളാണെന്ന് സ്വയം അവകാശപ്പെടുന്നവരാണ് ഇവർ. ടെക്നോളജിയിൽ ഒന്നാമത് ലോക പോലീസ്. പല രാജ്യങ്ങളെയും അവിടുത്തെ ഭരണകൂടത്തെയും ഇവരാണ് നിയന്ത്രിക്കുന്നത്. അമേരിക്കൻ താൽപ്പര്യങ്ങൾക്കനുസരിച്ച് പല രാജ്യങ്ങളുടെയും ഭരണ സംവിധാനത്തെ തന്നെ അട്ടിമറിച്ചവർ. ഇന്ന് ഈ അമേരിക്കയിലെ കാലിഫോർണിയ എന്ന നഗരത്തെ തീ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇത് അമേരിക്കയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ നഗരമാണ്. അമേരിക്ക പല രാജ്യത്തും കയറിക്കളിച്ച തീക്കളിക്കുള്ള മറുപടിയായിരിക്കാം ഇത്. അമേരിക്കയെ സംബന്ധിച്ച് ഈ കാലിഫോർണിയ എന്ന് പറയുന്ന നഗരം വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് വമ്പൻ കമ്പനികളുടെ ഹെഡ്ക്വാർട്ടേഴ്സ് ഉള്ള സ്ഥലമാണ് ഇത്. അമേരിക്കയിലെ ഏറ്റവും വലിയ GDP ഉള്ള ഒരു സംസ്ഥാനമാണ് കാലിഫോർണിയ എന്ന് പറയുന്നത്. കാലിഫോർണിയ ഒരു അത്യാധുനിക നഗരമാണ്. എങ്കിലും ഇവിടെ നിന്ന് പ്രതിവർഷം 21 ബില്യൺ US$ കൃഷിയിൽ നിന്നും എക്സ്പോർട്ടിങ്ങിലൂടെ വരുമാനം നേടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ് കാലിഫോർണിയ. അമേരിക്കയെ സംബന്ധിച്ച് അത്രമേൽ പ്രാധാന്യമർഹിക്കുന്ന ഒരു നഗരമാണ് കാലിഫോർണിയ. അവിടെയാണ് ലോസ് ഏഞ്ചൽ എന്ന് പറയുന്ന ലക്ഷോറിയോസ് സിറ്റി നിലനിൽക്കുന്നത്. ബോളിവുഡിലെ സൂപ്പർ താരങ്ങൾ, പല മൾട്ടിനാഷണൽ കമ്പനികളുടെയും CEO-മാർ, ഇവർക്കൊക്കെ മാത്രം അഫോർഡബിളായിട്ടുള്ള ഒരിടം. പല സമ്പന്നരുടെയും സ്വപ്ന നഗരമായിരുന്നു ഈ ലോസ് ഏഞ്ചൽ എന്ന് പറയുന്നത്. കാരണം ലോസ് ഏഞ്ചൽ എന്ന് പറയുന്നത് ഹോളിവുഡിലെ താരരാജാക്കന്മാർ വാഴുന്ന ഒരു സ്ഥലമാണ്. കൊട്ടാര സമാനമായ വീടുകളാണ് ഇവിടെ ഉള്ളത്. ലക്ഷറി കാറുകളും അങ്ങനെ ഒരു ലക്ഷറി ലൈഫ് സ്റ്റൈലാണ് അവിടെ ഉള്ളത്. ഈ ലോസ് ഏഞ്ചൽ എന്ന് പറയുന്ന നഗരമാണ് ഇപ്പോൾ തീ അപ്പാടെ വിഴുങ്ങിയിരിക്കുന്നത്. ഇതിനോടകം തന്നെ 40,000-ത്തിലധികം ഏക്കറുകളാണ് അവിടെ കത്തി നശിച്ചത്. ഇതിൽ ഈ ആഡംബര വീടുകളും ലക്ഷറി കാറുകളും അടങ്ങുന്നു. അതിനാൽ തന്നെ അമേരിക്കൻ ചരിത്രത്തിലെ ഏറ്റവും വലിയ നഷ്ടം വരുത്തിവെച്ച കാട്ടുതീയായി ഈ കാട്ടുതീ മാറിക്കഴിഞ്ഞു. ഇതുവരെ 60 ബില്യൺ US$ നഷ്ടമാണ് അവിടെ സംഭവിച്ചിരിക്കുന്നത്. ഇത് 100 മുതൽ 160 ബില്യൺ US$ വരെ ആവാനുള്ള സാധ്യതയുണ്ടെന്നാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. 12,000-ത്തിലധികം അത്യാധുനിക ആഡംബര വീടുകളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല 100,000-ന് മുകളിൽ ആളുകളെ അവിടുന്ന് മാറ്റി താമസിപ്പിക്കേണ്ടി വന്നു. ഇനിയും 2,00,000-ത്തോളം ആളുകളോട് ഏത് നിമിഷവും അവിടെ നിന്ന് മാറേണ്ടി വരും എന്ന സൂചന നൽകിയിട്ടുണ്ട്. ഇത്രയും വലിയ ഒരു കാട്ടുതീക്ക് കാരണമാകുന്നത് എന്താണെന്ന് പരിശോധിക്കുമ്പോൾ മനസ്സിലാകുന്നത്, ഇടയ്ക്കിടെ അവിടെ അതിശക്തമായ ഒരു കാറ്റുണ്ടാകാറുണ്ട്. ഈ കാറ്റ് അവിടെ പല തവണയായി പല നാശങ്ങളും വിതച്ചിട്ടുണ്ട്. അമേരിക്കക്കാർ ഈ കാറ്റിനെ വിളിക്കുന്നത് സാന്റാ ആന എന്നാണ്. അതെ, ചെകുത്താൻ കാറ്റ് എന്നാണ് അമേരിക്കക്കാർ ഈ കാറ്റിനെ വിളിക്കുന്നത്. ഇത്രയും വേഗത്തിൽ ഈ കാട്ടുതീ അവിടെ പടരാനുള്ള കാരണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് അവിടുത്തെ കാലാവസ്ഥ തന്നെയാണ്. താരതമ്യേന ഇത്തവണ അവിടെ മഴ വളരെ കുറവാണ് ലഭിച്ചത്. മരങ്ങളും ഇലകളും ചെടികളുമൊക്കെ ഉണങ്ങി നിൽക്കുന്ന അവസ്ഥയാണ് അവിടെ ഉള്ളത്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സംവിധാനമുള്ള രാജ്യം, ലോകത്തിലെ ഏറ്റവും മികച്ച പോർ വിമാനങ്ങളുള്ള രാജ്യം, ഏറ്റവും മികച്ച എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയ രാജ്യം, ലോകം നിയന്ത്രിക്കുന്നത് തങ്ങളാണെന്ന് സ്വയം അവകാശപ്പെട്ട രാജ്യം. ഈ രാജ്യത്തിൻ്റെ ഈ സംവിധാനങ്ങൾക്കൊന്നും ഇപ്പോൾ ഈ തീയെ അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ മെക്സിക്കോയോടും അതുപോലെ തന്നെ കാനഡയോടും അവരുടെ ഫയർഫോഴ്സ് സേവനത്തെ ആവശ്യപ്പെടേണ്ടി വന്നിരിക്കുകയാണ് അമേരിക്കയ്ക്ക്. ഇത് ലോകത്തിനുള്ള വലിയ ഒരു പാഠമാണ്. തങ്ങൾ ആണ് ലോകം ഭരിക്കുന്നത് എന്നും
ഞങ്ങളാണ് ഇവിടുത്തെ ഏറ്റവും വലിയവർ എന്ന് പറഞ്ഞാലും ചില സമയങ്ങളിൽ മുട്ടുമടക്കേണ്ടി വരും. കാരണം ഇതിനെല്ലാം മുകളിൽ മറ്റൊരു ശക്തിയുണ്ട്. ഈ പറഞ്ഞ ബോളിവുഡ് താരങ്ങൾക്കും സൂപ്പർ സ്റ്റാറുകൾക്കുമൊക്കെ പലയിടങ്ങളിലായി വാസസ്ഥലങ്ങളും സ്വത്തുക്കളുമൊക്കെ ഉണ്ടാവാം. പക്ഷേ ഇതിനിടയിലും സാധാരണക്കാരുണ്ടാവാം. അവരെയായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. ഇതിനിടയിൽ മറ്റൊരു സുപ്രധാന റിപ്പോർട്ട് കൂടി പുറത്തു വരുന്നുണ്ട്. ഏതാനും മാസങ്ങൾക്ക് മുമ്പ്, അതല്ലെങ്കിൽ ആഴ്ചകൾക്ക് മുമ്പ് പല ഇൻഷുറൻസ് കമ്പനികളും അവരുടെ പോളിസി നിർത്തിവച്ചിരുന്നു. ഇത് ഈ സംഭവത്തിൽ പല സംശയങ്ങളും ഉളവാക്കുന്നുണ്ട്.